അങ്ങനെ ഞങ്ങൾ അതിരാവിലെ എനിക്ക് സൈമറിലേക്ക് പോണു ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ സൈമറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സൈമറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. ഡോറ് തുറന്നപ്പോൾ തന്നെ ദേരി ഗണപതിയുടെ വിഗ്രഹം വിമൂഖമായ സ്ഥലം. ഡോക്ടർ സ്കിന്നൊക്കെ ഇവിടെ ഉണ്ട്. പടയന്തി എന്തൊക്കെയല്ല അത് അടിപൊളി ലബോറട്ടറി സർവീസ്. ഇതാണ് ഗൈസ് ചൂടോടെ ബില്ല് കിട്ടുക എന്ന് പറയുന്നത്. ഈ ബില്ല് ഭയങ്കര ചൂടായിരുന്നു കിട്ടിയപ്പോൾ. നമ്മൾ ചൂടോട് കൂടി ബില്ലൊക്കെ എടുത്തതിന് ശേഷം നീ കൊച്ചുവിനെ കുത്തി വേദനിപ്പിക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ അമ്മ മുതുക്ക് സിറിഞ്ച് ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ സിറിഞ്ച് കാണണം. ഒരു വെറൈറ്റി സാധനം അതിൻ്റെ എന്തൊക്കെയായിട്ട് എന്ത് സീൻ എത്ര വേദന എടുക്കണ്ട. എക്സിബിഷൻ കണ്ടിട്ട് ഞാനിത് അമ്മയെ കുത്തി കയറ്റിയതുണ്ട് സെറ്റ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ സാധനം കയറ്റി വെക്കണം കൈസ് ചെയ്യുക. ഇതുപോലെ മറ്റേതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സിറിഞ്ച് മാറ്റണം. ഇതാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം മാത്രം മാറ്റിയാൽ മതി കുത്തി വെച്ച്. വെറൈറ്റി അതിൻ്റെ എന്തൊക്കെയായിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അടിപൊളി ടെക്നിക്കുകളൊക്കെ പുരോഗമിച്ച് വരുന്നുണ്ട് എന്തൊക്കെയായിട്ട്. അങ്ങനെ ഗ്ലൂക്കോസ് വെള്ളം കിട്ടിയിരിക്കണം ഗൈസ്. സീൻ മധുരം കൂടിപ്പോയി എന്ന് തോന്നുന്നു കണ്ടിട്ട്. കട്ട സീനാന്ന് പറയിട്ട് കിട്ടുന്നുണ്ട്. എന്താണ് ആ അവസ്ഥ? എത്ര നേരം എടുക്കുക എന്തോ. ഇപ്പോൾ അങ്ങനെ 7:30 നമ്മുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഫെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനിയുണ്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ്. അങ്ങനെയല്ല, കുടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 8:30 ബ്ലഡ് ടെസ്റ്റ്, 9:30 ബ്ലഡ് ടെസ്റ്റ്. ഇനിയിപ്പോൾ 8:30 ബ്ലഡ് ടെസ്റ്റ്, 9:30 ബ്ലഡ് ടെസ്റ്റ്. അതുവരെ ഞങ്ങൾ ഇവിടെ കിടന്നുറങ്ങാൻ പോകും. ആൻഡ് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഞാൻ ബിരിയാണി തിന്നും ഉള്ളു. ഞാൻ ഒന്നും തിന്നാണ്ടിരിക്കും. പാവം സമ്മറിയും ബദ്ലഹത്തിൽ പറയണ പോലെ 3 കുപ്പി ബ്ലഡ് കൊടുത്തോളൂ. 7:36 കാണണ്ട. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ബ്ലഡ് ടെസ്റ്റ് ആവാറാകുമ്പോൾ വരാം ഗൈസ്. ബൈ. ഗ്ലൂക്കോസ് ടെസ്റ്റ് അൺസക്സസ്ഫുള്ളായതിൻ്റെ പേരിൽ മസാല ദോശ തിന്നാണ്. ഗ്ലൂക്കോസ് ടെസ്റ്റ് അങ്ങനെ നമ്മൾ അൺസക്സസ്ഫുള്ളി ഗ്ലൂക്കോസ് ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ചൂടോടെ ഒരു ബില്ല് എടുത്തിട്ട് ഡോക്ടറിനെ കാണാൻ പോയിട്ട് വരാം. ഇരിക്കുന്നു അൺസക്സസ് ആക്കിയാണ്. ഇതാണ് 2ാമത്തെ സീറ്റ്. കാണാൻ
ഗ്ലൂക്കോസ് ടെസ്റ്റ് അൺസക്സസ്ഫുള്ളി സക്സസ് ആയ കാരണം ഡോക്ടറിനെ കാണാൻ വന്നതാണ്. ഡോക്ടർ 10 മണിയാകുമ്പോൾ വരല്ലോ. ഇപ്പോൾ ആകെ 9 മണിയായിട്ടുള്ള 1 മണിക്കൂർ പോസ്റ്റ്. അവിടെ നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ 10:04 ഗൈസ്. ഉറങ്ങുന്നു പോസ്റ്റിൻ്റെ അറ്റം. ഇനി എപ്പോഴാണ് വരിക? 10 മണിക്ക് വരുന്നു. 10:05 ഡോക്ടർ വന്നിട്ട് പറയാം. അങ്ങനെ 10:13 കൊച്ചു എഴുന്നേറ്റു. പക്ഷെ ഡോക്ടർ വന്നിട്ടില്ല ഇതുവരെ. ഇനി ഇറങ്ങുന്ന 2 വട്ടം എടുക്കും. 9 മണിക്ക് കിടന്നിറങ്ങിയത് 10 മണിക്ക് കിടന്നിറങ്ങുന്നതൊക്കെ ഡോക്ടർ വരട്ടെ. 10:23 ടി വി കണ്ടുകൊണ്ടിരിക്കുക. ഡോക്ടർ വന്നില്ല. അരമണിക്കൂറായി ഡോക്ടറിന്. അവിടെ 10 മണിക്ക് വരുന്ന ഡോക്ടർ 10:30 വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വട്ടം ഈ ഡോക്ടറിനെ മാറ്റാനുള്ള പ്ലാനാണ്. വേറെ ഡോക്ടറിലേക്ക് മാറാൻ പോകും. ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ആ ഡോക്ടർ മാറണമെന്ന്. പക്ഷേ ആ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ മാറാൻ നിന്നില്ല. പ്രാക്ഷീന്ന് തോന്നുന്നു ഞങ്ങൾക്ക്. അന്നത്തെ അവസാനം ആ ഡോക്ടറിന് എന്നെ പിന്നെയും കാണും. ഇതാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞങ്ങളൊരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്. ആ ലൂപ്പിൽ നിന്ന് പുറത്തിറക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇനി അടുത്ത മാസം വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം എന്തായിരിക്കും നോക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഈ വട്ടം ആ ഡോക്ടറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നേരം വൈകിയതല്ലേ. അതെ. അപ്പോൾ ശരി, ബൈ.